പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കുന്നവരുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കളിയാക്കുന്നവരുണ്ട്. അവരെ പിന്തിരിപ്പിക്കുവാനും അവരെ അപമാനിക്കുവാനും അവരുടെ ഉയർച്ചകളിൽ അസൂയപ്പെടുന്നവരുമായ ഒരുപാട് മനുഷ്യരുണ്ട്. അവർ കളിയാക്കി, പരിഹസിച്ച്, നിന്ദിച്ച് പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോയി നന്മയോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ സൗഖ്യമോ വിടുതലോ പ്രാപിക്കാതിരിക്കുവാൻ പിശാച് പല വ്യക്തികളെയും നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചേക്കാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഞായറാഴ്ച തരുന്ന ദൂത് ഇതാണ്: നിങ്ങളെ പരിഹസിക്കുന്നവർ, നിന്ദിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ദൈവം പ്രാർത്ഥിക്കുന്നവനക്ക് വേണ്ടി ഒരു അടയാളം നൽകും. ആമേൻ. പ്രാർത്ഥിക്കുന്നവന്, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം ചില അടയാളങ്ങൾ നൽകും. അത് കണ്ട് ശത്രു ലജ്ജിക്കുമാർ ദൈവം ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. ഹന്ന പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു. തൻ്റെ മനോവ്യസനം വളരെ ആയിരുന്നതുകൊണ്ട് അവളുടെ പ്രതിയോഗി അവളെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിഹസിക്കുകയും മുഷിപ്പിക്കുകയൊക്കെ ചെയ്ത് വേദനിപ്പിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ സങ്കടം മുഴുവൻ ദൈവസന്നിധിയിൽ വന്ന് പറഞ്ഞ കാര്യം 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ അവൾ വളരെ കരഞ്ഞു, മനോവ്യസനത്തോടു കൂടി കരഞ്ഞു. എന്നാൽ അവളെ നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം അവളെ ഓർത്തു. അവൾക്ക് തലമുറയിലായിരുന്നു. ദൈവം അവൾക്കൊരു തലമുറ നൽകിയപ്പോൾ അവൻ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രവാചകനായി മാറി. നിന്ദിക്കുന്നവർ, പരിഹസിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ദൈവം ചില അടയാളങ്ങൾ ചെയ്യും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അത് ചെയ്യും. നന്മയ്ക്കായി ചില അടയാളങ്ങൾ. പക്ഷേ പരിഹാസം കേട്ടും നിന്ന കേട്ടും പിന്തിരിയരുത്, പുറകോട്ട് പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ശത്രു എന്തിനാണ് നമ്മളെ പരിഹസിക്കുന്നത്? മനുഷ്യരെ അതിനുവേണ്ടി എന്തിനാ ഉപയോഗിക്കുന്ന അറിയാമോ? നമ്മൾ പിന്മാറാൻ വേണ്ടിയാ, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാ, നമ്മൾ അവിശ്വാസവും പിറുവിറുപ്പും പറയാൻ വേണ്ടിയാ, നമ്മുടെ ആത്മാർത്ഥതയും ദൈവസ്നേഹവും കുറയ്ക്കാൻ വേണ്ടിയാ, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല, അതിൽ ഉറച്ചിരിക്കുന്നു പൗലോസ് പറയുക. ഹല്ലേലൂയ. നിന്ദിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ദൈവം നന്മയ്ക്ക് വേണ്ടി അടയാളങ്ങളെ കരുതിയിട്ടുണ്ട്. 71-ാം സങ്കീർത്തനം 20-ാം വാക്യം. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ആമേൻ. ഒരുപാട് കഷ്ടതകളും വേദനകളും ത്യാഗങ്ങളും അനുഭവിച്ചവർ, അതിലൂടെ കടന്നു പോകേണ്ടി വന്നവർ ദൈവം വീണ്ടും ജീവിപ്പിക്കും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില ഉയർച്ചകൾ കരുതാൻ പോവുകയാണ്. അത് വെളിപ്പെടട്ടെ. ഈ മാസം തീരുന്നതിന് മുമ്പേ ദൈവം വഴികൾ തുറക്കട്ടെ. ഹല്ലേലൂയ. ഏലിയാവ് ഒരുപാട് പരിഹസിക്കപ്പെട്ടു. ഏലിയാവിൻ്റെ ദൈവം ആരെന്ന് ചോദ്യങ്ങൾ. എന്നാൽ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ബാല്യക്കാരനോട് പറയുക, നീ പോയി നോക്ക്, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ബാല്യക്കാരൻ പോയി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. 7 പ്രാവശ്യം നോക്കാൻ പറയുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ കാണുന്ന കാര്യമാണ്. 7 പ്രാവശ്യം പോയി നോക്ക്. 7-ാം പ്രാവശ്യം ചെന്നപ്പോൾ ഒരു കൈ പോലെ ഒരു ചെറിയ മേഘത്തെ കാണുന്നു. കടലിന് നേരെ നോക്കിയപ്പോൾ കൈ പോലെ മേഘം. അവൻ വിശ്വാസത്തിൽ ഉറച്ചു. ആമേൻ. വലിയ മഴ അതിന് പിന്നാലെ കടന്നു വരുവാനിടയായി. ദേശത്ത് വലിയ അത്ഭുതങ്ങൾ നടന്നു. അതുവരെ ഉണ്ടായിരുന്ന വരൾച്ചകളെല്ലാം മാറി. ഞാൻ ആത്മാവിൽ ഈ ദൂത് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങളായി വരൾച്ച നേരിട്ട് നന്മയില്ലാതെ അഭിവൃദ്ധിയില്ലാതെ തളർന്നിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാ പ്രവചിച്ചു പറയുകയാണ്. വലിയ മഴയുടെ മുഴക്കം, വലിയ നന്മയുടെ ചില സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകാൻ പോകുന്നു. ചെറിയ അടയാളങ്ങളായിട്ട് ദൈവം ഈ ആഴ്ചയിൽ തന്നെ ചില അടയാളങ്ങൾ ദൈവം തരും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, ആ കൈ പോലുള്ള മേഘത്തെ വലിയ മഴ പെയ്യിക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ഒരു കരമായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ചിലർ മുഴുവൻ വിടുതലും കണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. ഈ കൈ പോലുള്ള മേഘമൊന്നും കണ്ട അവർക്ക് വിശ്വാസം വരത്തില്ല. പക്ഷെ കർത്താവ് പറയുന്ന കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കും, അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ തന്നെ 17-ാം അധ്യായത്തിൽ ദാവീദ് ഫെലിസ്ത്യനെ നേരിടാൻ പോകുന്ന സമയത്ത് ഫെലിസ്ത്യൻ അവൻ്റെ ദേവന്റെ പേര് ചൊല്ലി ദാവീദിനെ ശപിക്കുകയാണ്. എന്നാൽ 43-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, അവൻ്റെ ദേവന്റെ പേര് ചൊല്ലി, നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ദാവീദ് പറയുന്നു, നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. നീ ആരെയാ നിന്ദിച്ചത്?
ആമേൻ. ആ ദൈവം ആരാണെന്ന് ഈ ഫെലിസ്തർക്ക് ദൈവം ചില അടയാളങ്ങൾ കൊടുക്കും. ഇവിടെ സംഭവിച്ചത് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ദൈവം ആരാണെന്ന്, അവൻ നിന്ദിച്ച ദൈവം ആരാണെന്ന് ദേശത്ത് വെളിപ്പെട്ടു. ഫിലിസ്ത്യർ പരാജയപ്പെട്ടു. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില നിന്ദകളും ചില പരിഹാസങ്ങളും ചില ആക്രോശങ്ങളും അപവാദങ്ങളും ഒക്കെ ദൈവം ഒന്ന് തിരുത്താൻ പോവുകയാണ്. നീ സേവിക്കുന്ന ദൈവം ആരാണ്? നന്മയ്ക്കായി ചില അടയാളങ്ങൾ തരും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് കയറിക്കൂ. കർത്താവ് വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കാലങ്ങളായിട്ട് കർത്താവെ പിന്തുടരുന്ന ചില നിന്ദകളെ, അവരുടെ കർത്താവെ അനുഭവിക്കേണ്ടി വരുന്ന ചില അപവാദങ്ങളെ, കർത്താവെ ചില പരിഹാസങ്ങളെ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ശത്രുക്കൾ കണ്ട് ലജ്ജിക്കുമാർ ചില അടയാളങ്ങൾ, നന്മയ്ക്കായ ചില അടയാളങ്ങൾ ഈ മക്കളിൽ ചെയ്യട്ടെ. അവരുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെടട്ടെ. ഈ ആഴ്ചയിൽ അത് സംഭവിക്കട്ടെ. മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം വ്യാപരിക്കട്ടെ. അത് വിശ്വസിച്ച് ആമേൻ പറയുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ. അമേൻ. ആമേൻ പറഞ്ഞേ അമേൻ. കർത്താവ് അത് ചെയ്യട്ടെ. പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കുവാൻ നന്മയ്ക്കായി ദൈവം ചില അടയാളങ്ങൾ ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഞായറാഴ്ച രാത്രി 8:45 മുതൽ 9:45 വരെ ഓൺലൈൻ വർഷിപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതൽ സന്ദേശമുണ്ട്. 1 മണിക്കൂർ സമയം നിങ്ങളുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യണം. ആ മീറ്റിങ്ങിൻ്റെ സൂമിലൂടെയാണ്. ഓൺലൈനിലെ പാസ്വേഡും ഐഡിയും ലിങ്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് അയക്കാം. ആമേൻ. ഈ സന്ദേശം നിങ്ങൾ അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്സഡ് സൺഡേ.